ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു കിടിലൻ കഞ്ഞി റെസിപ്പി ആയിട്ടാണ് ഗൈസ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ കടലക്കഞ്ഞിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ഈസിയുമാണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ള കഞ്ഞിയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി എടുത്തേക്കുന്നത് 1 കപ്പ് റേഷനരി, 1 കപ്പ് കടലയാട്ടോ. അപ്പോൾ ഇനി എപ്പോഴത്തെയും പോലെ നമ്മുടെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ചെറിയ ഉള്ളി, ഉലുവ, നമ്മുടെ വറ്റൽമുളകാണ്. അപ്പോൾ നമ്മൾ കുക്കറിലാണ് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടി നമ്മൾ കുക്കറിലോട്ട് കഴുകി വെച്ചേക്കുന്ന റേഷനരി ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഗൈസ്, എനിക്ക് റേഷനരിയുടെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ റേഷനരി യൂസ് ചെയ്യുന്നത്. ഗൈസ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചമ്പാവരിയോ പിന്നെ നിങ്ങളുടെ ഇഷ്ടം ഏതാ വെച്ചിട്ട് ആ റൈസ് യൂസ് ചെയ്യാവുന്നതാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഇതുപോലെ റേഷനരിയാണ് എടുത്തേക്കുന്നത്. 1 കപ്പ് റേഷനരിയും 1 കപ്പ് കടലയാണ് ഇട്ടേക്കുന്നത്. കടല നമ്മൾ ഓൾറെഡി ഒരു 3 hours കുതിർത്തി വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. കാരണം വേറെ ഒന്നുമല്ല, കടലയ്ക്ക് കുറച്ച് വേവ് കൂടുതലുള്ളതാണ്. അതുകൊണ്ട് നമ്മളിതുപോലെ കുതിർത്തതിന് ശേഷം അതും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമ്മുടെ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ഐറ്റംസാണ്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ചെറിയ ഉള്ളി, ഒരു 7-8 കുഞ്ഞ് ചെറിയ ഉള്ളി, അതിന് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തത്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസായ വറ്റൽമുളകും ഉലുവയും. ഇപ്പം 4 വറ്റൽമുളകും ഞാൻ എടുത്തിട്ടുണ്ട്, കൂട്ടത്തിൽ നമ്മുടെ പച്ച ഉലുവയും. അപ്പം പച്ച ഉലുവയും കൂടെ നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കടല ഓൾറെഡി ഒരു കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയിട്ട് നമുക്ക് കുറച്ച് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഗൈസ്. അപ്പം ഞാൻ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത്യാവശ്യം വെള്ളം ഒഴിച്ച് നമുക്കിതിനെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 3 വിസിൽ കേൾപ്പിച്ചാൽ മതി. കാരണം എന്ന് വെച്ചാൽ കൂടുതലായി കഴിഞ്ഞാൽ റേഷനരിയാണ് അട പോലെ ആയിപ്പോവും ഗൈസ്. അപ്പോൾ അത് നോക്കി വേണം നിങ്ങൾ, അരിയുടെ വേവ് നോക്കിയിട്ട് വേണം നമ്മൾ കുക്കറിലെ വിസിൽ നോക്കാൻ. ഇതപ്പോൾ ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് കുക്ക് ചെയ്തെടുത്താലോ. ഇതുപോലെ ഉണ്ടാവും കേട്ടോ. ഗൈസ്, ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഗൈസ്. അപ്പം ഞാനിതൊന്ന് കുക്ക് ചെയ്തെടുക്കട്ടെ കേട്ടോ. ഇതുപോലെ നമ്മുടെ ഗ്യാസിൽ വെച്ചിട്ട് നമുക്ക് കത്തിച്ച് കൊടുക്കാം. ഗൈസ്, അപ്പോൾ ഒരു 3 or 4 വിസിൽ കേട്ടതിന് ശേഷം നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. സൂപ്പർ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ കഞ്ഞിയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിയും നമ്മുടെ എന്താ പറയുക വറ്റൽമുളകും ഉലുവയും കടലയും റൈസും എല്ലാം വെന്ത് അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സൂപ്പർ. ഗൈസ്, ഇപ്പം ഈ കഞ്ഞി കുടിച്ചതായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ഓർക്കുന്നുണ്ടോ? എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ സ്കൂളിൽ ഈ കഞ്ഞി കുടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം ആ ഒരു ഓർമ്മ പുതുക്കിയെടുക്കാൻ കൂടിയിട്ട് വേണ്ടിയിട്ടാണ് കേട്ടോ ഗൈസ് ഞാൻ ഈ ഒരു കഞ്ഞി ഉണ്ടാക്കിയത് തന്നെ. വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടും ഹെൽത്തി ആയിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കഞ്ഞിയുടെ റെസിപ്പിയാണ് ഗൈസ് ഞാനിപ്പോൾ ഇന്ന് ചെയ്തേക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഗൈസ്. ഇതുപോലെ ഇനി കുഞ്ഞു കുഞ്ഞു റെസിപ്പീസൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. വീഡിയോ എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ എന്താ പറയുക, ഞാനിപ്പോൾ ഡിന്നർ ടൈമിനാണ് ഈ ഒരു ചോയ്സ് എടുത്തേക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. കാരണം ഇതൊരു ഹെൽത്തി എന്താ പറയുക ഡിഷാണ്. അപ്പോൾ ഞാൻ കഞ്ഞി കുടിക്കാൻ പോവാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നൈറ്റ് കഞ്ഞി കുടിക്കാനൊക്കെ. അപ്പോൾ നമ്മുടെ കഞ്ഞിയും കടലയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് കോമ്പിനേഷൻ നമുക്ക് ചമ്മന്തിയോ പപ്പടമോ പിന്നെ പിക്കിളോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ ലെമൺ പിക്കിളും നല്ല സൂപ്പർ മത്തി ഫ്രൈ ആണ് ഇവിടെ എടുത്തേക്കുന്നത് ഗൈസ്. കണ്ടില്ലേ, ഇതാണ് നമ്മളിന്ന് കഴിക്കാൻ പോകുന്ന കോംബോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ഗൈസ്. അപ്പം ഞാൻ കഴിക്കാൻ പോവുകയാണ്, നിങ്ങളും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ബൈ ബൈ, ഗോഡ് ബ്ലെസ് യു.